ഹരികൃഷ്ണ ജയ് ശ്രീരാധരാധി ശ്രീരാമ രാമ സീതാഭിരാമ. ഇങ്ങനെ രാമായണത്തിൻ്റെ 17 ഭാഗത്തിൻ്റെ കഥയെന്ന് കേട്ടാലും സുഗ്രീവൻ ശ്രീരാമൻ്റെ ആശ്രമത്തിൽ വരികയാണ്. ലക്ഷ്മണനോടും വാനരന്മാരോടൊക്കെ ഹനുമാനോടൊപ്പം ശ്രീരാമൻ്റെ ആശ്രമത്തിൽ വരികയാണ്. സുഗ്രീവൻ ഇവരെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് ബ്രഹ്മപുത്രനായ ജാമ്പവാനാണ്, എൻ്റെ മന്ത്രിയായ മാരുതപുത്രനായ ഹനുമാനാണ്. അങ്ങനെ എല്ലാ വാനരന്മാരെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറയും ശ്രീരാമനെ സഹായിക്കാൻ ഇവരുണ്ടാകും, ഇവർക്ക് അടയാളവാക്യം പറഞ്ഞുകൊള്ളു. അങ്ങനെ ശ്രീരാമന് സന്തോഷമാവുകയും ഇവർ എല്ലാവരും കൂടെ ഹനുമാനും വാനരും ജാമ്പവാനും എല്ലാവരും കൂടെ സീതാന്വേഷണത്തിനായി അടയാളവാക്യം കേട്ട് അവർ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് പോയി ഇവർക്ക് ദാഹവും വിശപ്പും ഒക്കെ അടക്കാൻ പറ്റും. നോക്കുമ്പോഴത്തേക്ക് ദൂരെ ഒരു സ്ഥലത്ത് അതായത് ഒരു അരയിൽ നിന്ന് അവിടെ നിന്ന് വെള്ളം, അപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ എന്തായാലും ജലം കാണും. അങ്ങനെ ആ ഭാഗത്തോട്ട് പോയി ഇവരെല്ലാവരും കൂടെ നദിയിലിറങ്ങി. ഹനുമാൻ നദി ഇറങ്ങും, അതിനുശേഷം ഇവരിറങ്ങി വെള്ളം കുടിക്കുകയും. അപ്പോൾ ഹനുമാൻ അവിടെ നോക്കുമ്പോൾ ദൂരെ ഒരു നല്ല സ്വർണ്ണമായ ഒരു മണിമന്ദിരം കാണുന്നു. അപ്പോൾ ഹനുമാൻ പറയും അവിടെ ചെന്നാൽ നമുക്ക് എന്തായാലും ഭക്ഷണം കിട്ടുമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയും അവിടെ ചെല്ലുമ്പോൾ ഒരു യോഗിനി ഇരുന്ന് തപസ് ചെയ്യും. അങ്ങനെ ഇവരുടെ ആ എന്തോ സൗണ്ട് കേട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ട് പറയും നിങ്ങളുടെ ഇരിക്കൂ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നെന്നൊക്കെ പറയും. അപ്പം ഹനുമാൻ പറയും നമ്മൾ വന്നത് കോസല രാജ്യത്തിലെ അയോധ്യയിലെ കോസല എന്ന സ്ഥലം, അയോധ്യ എന്ന സ്ഥലത്തെ രാജാവായ ദശരഥൻ്റെ പുത്രനായ ശ്രീരാമൻ്റെ പത്നി സീതയെ ഒരു നിശാചരനായ രാക്ഷസൻ കട്ടുകൊണ്ടുപോയി. അത് അന്വേഷിച്ച് നമ്മളെ ഏൽപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ വാനരന്മാരാണ്, ഹനുമാനാണ്. ഇങ്ങനെ ഇവർ പറഞ്ഞ് അവിടെ ഇരുത്തും. അപ്പോഴത്തേക്ക് ഈ ഹനുമാനൊക്കെ ചോദിക്കും നിങ്ങളാരാണ്? ഞാൻ അതായത് വിശ്വകർമാവിൻ്റെ മകളായ ഹേമം ഭഗവാനെ നൃത്തം ചെയ്ത് പ്രീതിപ്പെടുത്തിയപ്പോഴത്തേക്ക് 10 കോടി സംവത്സരങ്ങൾ ഈ ഭൂമിയിൽ ഈ മണിമന്ദിരത്തിൽ കഴിയാനുള്ള അനുവാദം കൊടുത്തു. അവളുടെ സഖിയാണ് ഞാൻ. പക്ഷേ ഹേമ മോക്ഷം കിട്ടി അങ്ങ് പോവുകയും എന്നോട് പറഞ്ഞ് ത്രേതായുഗത്തിൽ നാരായണൻ്റെ അവതാരമേ ശ്രീരാമൻ വരികയും നിനക്ക് ശ്രീരാമൻ മോക്ഷം തരികയെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ പറയും ശ്രീരാമൻ ഇന്നടുത്തുണ്ട്, ഈ ആശ്രമത്തിലുണ്ട്, ലക്ഷ്മണൻ സുഗ്രീവനൊക്കെ അവിടെയുണ്ട്, നിങ്ങൾ അവിടെ പോയി കാണൂ, ഞങ്ങൾക്ക് അടയാളവാക്യം പറഞ്ഞു തരൂ. അങ്ങനെ സ്വയംപ്രഭ എന്നാണ് ആ യോഗിനിയുടെ പേര്. സ്വയംപ്രഭ ഇവർക്ക് കണ്ണുകൾ അടിച്ചിട്ട് പറയും നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് അവിടെ എത്തും, ആ അടയാള ഭാഗത്ത്. അങ്ങനെ ഇവർക്ക് അടയാളം പറഞ്ഞു കൊടുത്തുകൊണ്ട് സ്വയംപ്രഭ ശ്രീരാമ ആശ്രമത്തിൽ പോവുകയും ശ്രീരാമനെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ പറയും. ശ്രീരാമ എനിക്ക് മോക്ഷം തരണം എന്ന് പറയും. പറയും നീ ബദരി ആശ്രമത്തിൽ പോയി പഞ്ചഭൂതമായ ഈ ശരീരമൊക്കെ ഉപേക്ഷിച്ച് ധ്യാനം ചെയ്യുമ്പോൾ നിനക്ക് മുക്തി കിട്ടും. നീ ജനന മരണങ്ങളിൽ നിന്ന് മുക്തി നേടി നിനക്ക്